ಒಂದು ನಿಮಿಷ ರಮ್ಮ. ಇದು ಕರ್ನಾಟಕ. ಇದು ಕರ್ನಾಟಕ ಮೇಡಮ್. ಇಂಡಿಯಾ ಅದು ಈ ಕರ್ನಾಟಕದಲ್ಲಿ ಕನ್ನಡ ಮೈನ್ ಫಸ್ಟು. ಕನ್ನಡ ಫಸ್ಟು ಮೇಡಮ್. ಕನ್ನಡ ಫಸ್ಟು. ಈಗ ನೀವೇನು ಮಾತಾಡ್ತಾ ಇದ್ರೆ ತುಂಬಾ ಒಳ್ಳೇದು. ಮಾತಾಡೋದೇ ಇಲ್ವಾ? ಯಾಕೆ ಮಾತಾಡೋದಿಲ್ಲ? ಯಾಕೆ ಹಿಂದಿ ಮಾತಾಡ್ಬೇಕು? ಕನ್ನಡ ಮಾತಾಡ್ಬೇಕಲ್ಲ ಮೇಡಮ್. ಕನ್ನಡ ಮೇಡಮ್. ಮೇಡಮ್ ಇದು ಕರ್ನಾಟಕ. ಇದು ಕರ್ನಾಟಕ മേഡം ചെയർമാൻ മാതാടെങ്കിൽ ഇത് ആർബിഐ റൂൾ ಇದೆ ആ സ്റ്റേറ്റുകളിൽ ആ ഭാഷ രണ്ടുപേരുടെ ഭാഗത്തും രണ്ടുപേർക്കും തെറ്റുണ്ട്. രണ്ടുപേരും അഹങ്കാരം തന്നെയാണ്, ജാട തന്നെയാണ് കാണിച്ചത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം അയാൾ പറഞ്ഞു കന്നഡ തന്നെ സംസാരിക്കണം, മറ്റുള്ള ആൾ പറഞ്ഞു അയാൾ സംസാരിക്കില്ല. രണ്ടും വാശിപ്പുറത്ത് ചെയ്യുന്നതാണ്. ഒരു വിദേശ സംസ്ഥാനങ്ങളൊക്കെ പോകുമ്പോൾ അയാൾ സംസ്ഥാനങ്ങളൊക്കെ പോകുമ്പോൾ അവരുടെ ഭാഷയൊക്കെ അത്യാവശ്യം പഠിച്ചിരിക്കണം നല്ലതാണ്. അത് തന്നെയാണ് ഇവർക്ക്. ആ സ്ത്രീക്കും അങ്ങനെ ചെയ്താൽ മതിയാണ്. അത്യാവശ്യം എനിക്ക് അവിടെ പ്രശ്നത്തിൽ വന്നപ്പോൾ എനിക്കിങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജ് അറിയില്ല, അതുകൊണ്ട് മറ്റുള്ളവരാരും തർജ്ജമ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവില്ല, അവരൊക്കെ തർജ്ജമ ചെയ്തും കൊടുത്തു. ഇവരോട് കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കാര്യമില്ല. പിന്നെ ഈ സ്ത്രീ പറഞ്ഞു ഞാൻ സംസാരിക്കില്ല, കന്നഡ ഒന്നും സംസാരിക്കില്ല എന്ന്. അവിടെ പിന്നെ കന്നഡ തന്നെ സംസാരിക്കുള്ളൂ എന്നൊക്കെ ഇവർ തന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. കന്നഡ വന്നിട്ട് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവിടെ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടണമെങ്കിൽ അവരുടെ ഭാഷ പഠിച്ചേ തീരും. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീയും ചെയ്യണം. പിന്നെ ആരെങ്കിലും പിടിച്ച് അടിച്ചു കഴിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നിലവിലില്ല. കന്നഡ തന്നെ സംസാരിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കണമെന്ന് ആരും അടിച്ചു കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവരവരൊരു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഭാഷ കുറച്ച് പഠിച്ചിരുന്നു എന്ന് വെച്ച് തെറ്റൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും കിടന്ന് കാണിച്ചത് വലിയൊരു അഹങ്കാരത്തോടുള്ള കട്ടായമാണ്. രണ്ടുപേരും കാണിച്ച് വാശിപ്പുറത്ത് കാണിക്കാനാണ് തോന്നുന്നത്. എല്ലാം പിന്നെ നമ്മളെവിടെയെങ്കിലും പോയിരുന്നാലും അവരവരുടെ ആ രാജ്യത്തെ ഒരു ഭാഷ അല്പം പഠിച്ചിരിക്കുന്നത് കുറച്ച് നല്ലതാണ്.